എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു മല്ലിയില സാദമാണ് ഉണ്ടാക്കുന്നത്. ഒരു ചീനിച്ചട്ടി ഗ്യാസിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചു. അതിലേക്ക് ഞാൻ ആദ്യം നല്ലെണ്ണ ഒഴിച്ചു. അതിനുശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും ഞാൻ ഇട്ട് വഴറ്റാൻ പോവുകയാണ്. അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ടു. ഇനി അതിലേക്ക് അത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിടി മല്ലിയില ഇടുകയാണ്. മല്ലിയിലയുടെ സ്വാദ് ഇത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇവിടെ എല്ലാവർക്കും മല്ലിയില സ്വാദ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടു. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ആ ചൂടിലിരുന്ന് മാത്രം മല്ലിയില ഒന്ന് വാടിയാൽ മതി. ഇനി ഞാനത് തണുപ്പിക്കാൻ വെക്കുകയാണ്. അത് അരച്ചെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യിൻ്റെ കൂടെ നല്ലെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ടു. കുറച്ച് ജീരകവും ഇടുകയാണ്. ഇനി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും ഇടുകയാണ്. കപ്പലണ്ടി ഇടാം. കപ്പലണ്ടി ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ടില്ല. കപ്പലണ്ടി ഇടുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ ആ വെജിറ്റബിൾ കൂട്ട് ഇപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടേണ്ടതായിരുന്നു തേങ്ങ, പക്ഷെ ഞാനത് മറന്നുപോയത് കൊണ്ട് അത് വേറെ അരച്ചിപ്പം ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്ന വൈറ്റ് റൈസ് അത് കുഴഞ്ഞു പോവാതെ എടുക്കണം. ചൂടാറിയ ചോറ് തന്നെ വേണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. ഒരു പച്ചമുളകും കീറിയതും കുറച്ച് കായപ്പൊടി ഇടുകയാണ്. നല്ലെണ്ണയിൽ തന്നെയാണ് വറുത്തെടുത്തത്. ചോറിൻ്റെ മുകളിലേക്ക് ഞാൻ വെറുതെ തൂകിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറുണ്ണുമ്പോൾ അത് നന്നായിട്ട് ഇളക്കി എടുത്ത് നമുക്ക് വിളമ്പാം. അങ്ങനെ സ്വാദിഷ്ടമായ മല്ലിയില ചോറും പിന്നെ അതിൻ്റെ കൂടെ ചൗവരി പപ്പടവും സാലഡും പിന്നെ ലൗലോലിക്ക ഉപ്പിലിട്ടതുമാണ് കൂട്ടാനെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.